പെണ്ണിൻ്റെ മാനത്തിന് വില പറയുന്നവർ, അവളെ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വിൽക്കുന്നവർ. ഈ ഡിജിറ്റൽ യുഗത്തിൽ സൈബറിടത്ത് എന്തും വാങ്ങാൻ കിട്ടും. ഓൺലൈൻ വഴിയാണ് പെൺവാണിഭ ഇടപാടുകൾ. അതിനായി വാട്സാപ്പിൽ 5 കമ്മ്യൂണിറ്റികളുണ്ട്. ഓൾ കേരള റിയൽ മീറ്റ് സർവീസ് എന്ന പേരിൽ 1.5 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സെക്സ് റാക്കറ്റിന് കേരളത്തിലുടനീളം ഏജന്റുമാർ. ഗുരുവായൂരിൽ പെൺവാണിഭ സംഘം പിടിയിലായതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കേരളത്തിൻ്റെ പല ലോഡ്ജുകളിലെയും ജീവനക്കാർ സെക്സ് റാക്കറ്റ് സംഘവുമായി രഹസ്യമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസിൻ്റെ കണ്ടെത്തൽ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. അഞ്ച് വാട്സാപ്പ് കമ്മ്യൂണിറ്റികൾ വഴി പെൺവാണിഭം നടത്തിവന്ന സംഘമാണിത്. ഗ്രൂപ്പ് അഡ്മിനായ ഗുരുവായൂർ സ്വദേശി അജയ് വിനോദാണ് കേസിലെ 1-ാം പ്രതി. കൊടുങ്ങല്ലൂർ സ്വദേശി ഷോജിൻ, ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ലോഡ്ജ് ജീവനക്കാരൻ പാലക്കാട് സ്വദേശി രഞ്ജിത്ത് എന്നിവർ ഏജന്റുമാരാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ടെമ്പിൾ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ടെമ്പിൾ സ്റ്റേഷന് എതിർവശത്തെ ലോഡ്ജിൽ നിന്നാണ് അജയ് വിനോദിനെ പിടികൂടിയത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഏജന്റുമാരെ പറ്റി വിവരം ലഭിച്ചു. ഗ്രൂപ്പിന്റെ മറ്റൊരു അഡ്മിൻ ഒരു സ്ത്രീയാണ്. അവരെയും മറ്റേജന്റുമാരെയും പറ്റി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഓൾ കേരള റിയൽ മീറ്റ് സർവീസ് എന്ന പേരിലാണ് വാട്സാപ്പ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. 1.5 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഈ സെക്സ് റാക്കറ്റിന് കേരളത്തിലുടനീളം ഏജന്റുമാരുണ്ട്. കേരളത്തിലെ പല ലോഡ്ജുകളിലെയും ജീവനക്കാർ സെക്സ് റാക്കറ്റ് സംഘവുമായി രഹസ്യവുമായി സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു. 1-ാം പ്രതി അജയ് ബാങ്ക് ജോലി ലഭിച്ചിട്ടും അതൊഴിവാക്കിയാണ് ഓൺലൈൻ പെൺവാണിഭ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇയാളുടെ ഫോൺ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നവരും നിരീക്ഷണത്തിലാണ്. വീട്ടമ്മമാരും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെ ഇവരുടെ കെണിയിൽപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തൃശൂർ.